നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ജനനം, മരണം എല്ലാം 1000 വർഷം മുൻപ് ഒരാൾ എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ നാഡീജ്യോതിഷത്തിന്റെ ഉപജ്ഞാതാക്കൾ സപ്തർഷികളാണ്. അഗസ്ത്യ മഹർഷി, വിശ്വാമിത്രർ, വസിഷ്ഠൻ, ഭൃഗു തുടങ്ങിയ 7 മഹർഷിമാർ. ഇവർക്ക് ദിവ്യമായ യോഗശക്തിയും ഭൂതവും വർത്തമാനവും ഭാവിയും അറിയാനുള്ള ത്രികാലജ്ഞാനവും ഉണ്ടായിരുന്നു. ഈ ദിവ്യദൃഷ്ടി ഉപയോഗിച്ച് അന്നു മുതൽ ഇനി ജനിക്കാൻ പോകുന്നതുവരെയുള്ള കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതരേഖകൾ അവർ താളിയോലകളിൽ രേഖപ്പെടുത്തി. പൂർവജന്മം, ഈ ജന്മത്തിലെ തൊഴിൽ, കുടുംബം, രോഗങ്ങൾ, പരിഹാരക്രിയകൾ എന്നിവയെല്ലാം ഈ രേഖകളിൽ ഉൾപ്പെട്ടിരുന്നു. തുടക്കത്തിൽ തഞ്ചാവൂരിലെ സരസ്വതി മഹൽ ലൈബ്രറി പോലുള്ള ചരിത്രപരമായ കേന്ദ്രങ്ങളിലാണ് ഇവ സൂക്ഷിച്ചിരുന്നത്. കാലക്രമേണ പല ഓലകളും നശിച്ചു. ചിലത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ലേലം ചെയ്യപ്പെട്ടു. എന്നാൽ ചില ജ്യോത്സ്യ കുടുംബങ്ങൾ ഇതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അവ ഏറ്റെടുത്ത് സംരക്ഷിച്ചു. ഇന്ന് തമിഴ്നാട്ടിലെ വൈത്തീശ്വരൻ കോവിലാണ് നാഡീജ്യോതിഷത്തിന്റെ പ്രധാന കേന്ദ്രമായി അറിയപ്പെടുന്നത്. നിങ്ങൾ നാഡീജ്യോതിഷത്തിനായി ചെല്ലുമ്പോൾ നിങ്ങളുടെ വിരലടയാളം പുരുഷന്മാർക്ക് വലത്, സ്ത്രീകൾക്ക് ഇടത് ആണ് തിരിച്ചിലിനുള്ള താക്കോൽ. കൂടുതൽ അറിയണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നാഡീജ്യോതിഷം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം.